Krishna's color key. Let's talk, let's chat, and let's enjoy. ഹായ്, എല്ലാവർക്കും നമസ്തേ. സ്വാഗതം കൃഷ്ണാസ് കുളിക്കിലേക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു പെയിൻറ്റിങ്ങിനെ കുറിച്ച്. പണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പം ഈ പെയിൻറ്റിങ് ഡ്രോയിങ്സ് എങ്ങനെയാണ് വരയ്ക്കുന്നതൊക്കെ എന്നുള്ളത് അതിനെ സംബന്ധിച്ചൊരു വീഡിയോ പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുക, ഒരുപാട് എപ്പിസോഡ്സ് ചെയ്തു പോകാൻ പറ്റും. കാരണം എന്താ, മീൻസ് എങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വരയ്ക്കേണ്ടത് എന്നൊക്കെ. അപ്പം ഞാനിത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കറിയില്ലായിരിക്കും, ഞാനൊരു ആർട്ടിസ്റ്റാണ്. എൻ്റെ പിന്നിലിരിക്കുന്നത് എൻ്റെ തന്നെ ക്രിയേറ്റഡ് തിങ് ആണ്. അപ്പോൾ അത് ഇതുവരെയും കംപ്ലീറ്റ് ഇല്ല, 10 വർഷമായി ഓയിൽ പെയിൻറ്റിങ് ആണ്. ഞാൻ ഒരുപാട് ചിത്രങ്ങൾ പണ്ട് വരച്ചിട്ടുണ്ട്, ഒരുപാട് ചിത്രങ്ങൾ വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ സ്ഥാപനത്തിലുമൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പെയിൻറ്റിങ്സ്. ഇപ്പോൾ ഒരു 10 കൊല്ലമായിട്ട് വരെയൊന്നുമില്ല, കാര്യം സമയമില്ല വരയ്ക്കാനായിട്ട്. ചെറുതിൽ 3 വയസ്സ് മുതൽ ഞാൻ വരച്ചു തുടങ്ങിയതാണ്. അപ്പോൾ അതൊരു ഫസ്റ്റ് ഞാൻ വരയ്ക്കാൻ പോകുന്നത് എന്നെ കോമ്പറ്റീഷനിൽ, എൻ്റെ അച്ഛൻ കോമ്പറ്റീഷനിൽ ഒരുപാട് കോമ്പറ്റീഷനിൽ കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ ടെണ്ടുൽക്കർ 3 വയസ്സിൽ ബാറ്റെടുത്ത് ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത പോലെയാണ് ഞാൻ 3 വയസ്സിൽ ഫസ്റ്റ് കോമ്പറ്റീഷന് പോകുന്നത്. 3-3.5 വയസ്സ് കാണുമായിരിക്കും. 3 വയസ്സ് മുതലേ വരച്ചു തുടങ്ങിയതാണ്. പണ്ട് രാമായണ മാസം, അതായത് കർക്കിടക മാസത്തിൽ രാമായണത്തിനെ സംബന്ധിച്ച് കുറേ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ അതൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, കാര്യം ലാസ്റ്റ് 10 ഇയേഴ്സായിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണം ആയിരുന്നല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവർ മതേതരം പറയുമെങ്കിലും ശരിക്കും മതേതരമായിരുന്നില്ല. നിങ്ങൾക്കറിയാലോ സംഭവിച്ചതൊക്കെ. ഇനി കമ്മ്യൂണിസ്റ്റിനോട് എഗൻസ്റ്റ് ആണോ എന്നുള്ളതല്ല വിഷയം. കാരണം മറ്റൊരു രാജ്യത്ത്, ഒരു ക്യൂബൻ രാജ്യത്തിൽ അവരുടെ ആവശ്യങ്ങൾക്ക് ഉണ്ടായതാണ് കമ്മ്യൂണിസം. അത് ശരിക്കും നമ്മുടെ രാജ്യത്ത് ഒരു യൂസ്ഫുള്ളും അല്ലാത്തൊരു സംഭവമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അവർക്ക് പാർട്ടി ഇഷ്ടംപോലെ പാർട്ടി നമുക്ക് ഉണ്ടാക്കാം, നല്ലൊരു പാർട്ടി ഉണ്ടായിക്കോട്ടെ, നല്ല ആശയങ്ങൾ നമ്മളുടെ നാട്ടിലുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് പാർട്ടി ഫോം ചെയ്യുക. മറ്റൊരു നാട്ടിൽ നിന്നുള്ള ഒരു സംഭവം നമുക്ക് ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ അതൊരിക്കലും പ്രായോഗികം പോലും അല്ല. അതുകൊണ്ടാണല്ലോ അത് ഇല്ലാതെ നശിച്ചു പോകുന്നത്. ഓക്കെ, അതുപോട്ടെ, നമ്മളെ വിഷയം അതല്ല. അപ്പം ഞാൻ പറഞ്ഞത്, രാമായണ മാസക്കാലത്ത് ഇഷ്ടംപോലെ സ്ഥലത്ത് രാമായണത്തിന് അനുബന്ധമായിട്ട് കോമ്പറ്റീഷൻസ് ഉണ്ടാവും. അപ്പം പുത്തരിക്കണ്ടം മൈതാനത്ത് അത് തിരുവനന്തപുരത്ത് ഈസ്റ്റ് ഫോർട്ടിലാണ്. അപ്പോൾ അവിടെ വെച്ച് ഇതുപോലെ പണ്ട് കാലത്ത് ഇങ്ങനെ എന്താ പറയുക, കോമ്പറ്റീഷൻ, ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ, ഡ്രോയിങ് ആൻഡ് കളറിങ് കോമ്പറ്റീഷൻ. ഞാൻ 3-3.5 വയസ്സുണ്ട്, എന്നെ അച്ഛൻ അവിടെ കൊണ്ടുപോയി ഇത് വരപ്പിക്കാനായിട്ട് കൊണ്ടുപോകും. അപ്പം വിഷയം നേരത്തെ കൂട്ടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാമായണത്തിലുള്ളതായിരിക്കും, ആസ്പദമായിട്ടുള്ള കാര്യമായിരിക്കും ചോദിക്കുന്നത്. പിന്നെ വീട്ടിൽ ഇരുത്തിലെ കൃഷ്ണനും രാധയും പിന്നെ ശ്രീരാമനും എല്ലാ കാര്യങ്ങളും വരപ്പിച്ചിട്ടുണ്ട്. ശ്രീരാമനും ലക്ഷ്മണനും സീതയും, ഇതൊക്കെ ഏകദേശം ഒരു ഐതിഹ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചെല്ലുമ്പോൾ ഇനിയിപ്പോൾ എന്താ ചോദിക്കുന്നത്, എന്തായാലും ഐതിഹ്യമായ സംബന്ധമായ കാര്യങ്ങളെ ചോദിക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങളവിടെ പോവുകയും അന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അവർ പറഞ്ഞ ടോപ്പിക്ക് എന്നത് ആഞ്ജനേയസ്വാമി, ഹനുമാൻ മരുത്വാമലയായിട്ട് പോകുന്ന ഒരു ചിത്രമാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഹനുമാൻ സ്വാമി ആരാന്ന് പോലും എൻ്റെ മനസ്സിലില്ല. കാര്യം നമുക്കത് കൃഷ്ണനെ കുറിച്ച് മാത്രമാണ് അച്ഛൻ വിവരിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോ ചിത്രവും വരയ്ക്കാൻ പഠിപ്പിച്ചു തരുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു തരും, ആരാണ്, എന്താണ്, കഥാപാത്രം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ ഹനുമാൻ സ്വാമി അല്ലെങ്കിൽ ഒരു ആഞ്ജനേയ സ്വാമി എന്താണെന്നുള്ള എൻ്റെ മൈൻഡിലൂടെ പോലും പോകുന്നില്ല. ഞാനിത് തുടക്കം പറയുകയാണ്, ഞാൻ ഫസ്റ്റ് കോമ്പറ്റീഷനിൽ വിൻ ചെയ്ത കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വരച്ചില്ല 1.5 മണിക്കൂർ. അപ്പോൾ അവർ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ കുട്ടീനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്ന്. അച്ഛൻ പറഞ്ഞു പോട്ടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അച്ഛൻ പതുക്കെ സ്കൂട്ട് ചെയ്ത്. അത് ഞാനിത് ഏതെങ്കിലും എപ്പിസോഡിൽ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഇരുന്നപ്പം എനിക്ക് എന്താണെന്നറിയില്ല, എങ്ങനെ വരയ്ക്കണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ അവസാനം അത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കിപ്പോൾ ഒരു കാര്യം അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാൻ കൃഷ്ണനെ വിളിച്ചാൽ മതിയെന്ന്. അങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് കൃഷ്ണനെ വിളിച്ചിട്ട്, കൃഷ്ണ എനിക്ക് ഈ ആഞ്ജനേയസ്വാമി ഒന്ന് കാണിച്ചു തരൂ, എനിക്കറിയില്ല. ഇന്ന് ഞാൻ ഓർക്കുന്നു കേട്ടോ, ഞാൻ ആ വിഷ്വൽസ് കൃത്യമായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പം ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്ന പോലെ ഞാൻ ഇരുന്നിട്ട് ഇത് പ്രാർത്ഥിക്കുകയും കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ പേപ്പറിൽ ഇത് വരച്ചു തുടങ്ങി, ഞാൻ കണ്ട കാഴ്ച. അപ്പോൾ എന്നെ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ തിരിച്ച് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് വരും. അപ്പോൾ അന്ന് കുറേ കുട്ടികളുണ്ട്, എനിക്കിവിടെ 100-ൽ മേളിൽ കുട്ടികളുണ്ട്. എനിക്കന്ന് അറിയില്ല എത്രയെന്ന്, ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ശരിക്കും പറഞ്ഞാൽ സമുദ്രം പോലെ ഇരിക്കുന്ന കുട്ടികളുടെ ഇടയിൽ ഞാനും ഒരു ചെറിയ കുട്ടി ഇരിക്കുന്നു. അപ്പോൾ എന്നെ തിരിച്ച് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നിട്ട് പറഞ്ഞപ്പോൾ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ, പുള്ളി നോക്കുമ്പോൾ, അച്ഛൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ ആ ചിത്രം വരച്ച് ഫിനിഷ് ചെയ്യാറായി. അപ്പോൾ എന്നോട് അവിടെ വന്നിട്ട്
അതിലൊരു ഒരു ഡൗട്ട് മീൻസ് ഒരു സംഭവം മിസ്സിങ് ആണ്. അത് കണ്ടിട്ട് എന്നോട് പറഞ്ഞു വാല് വരയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആ രൂപം കാണുമ്പോൾ ഈ ഹനുമാൻ സ്വാമിക്ക് വാലുള്ളതൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ കാണുന്ന ചിത്രത്തിൽ ഇങ്ങനെ മരുത്വ മലയായിട്ട് കയ്യിൽ ഇങ്ങനെ ഒരു മലയുണ്ട്, ആകാശത്തിലൂടെ പോകുന്നു, താഴെയൊക്കെ ഫോറസ്റ്റാണ്, പച്ചയാണ് കാണുന്നത്. ഞാനത് തന്നെ വരച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ വാല് എന്ന് പറഞ്ഞ സംഭവം നീ വിശ്വസിക്കാൻ വയ്യ. മനുഷ്യർക്ക് ആർക്കെങ്കിലും വാലുണ്ടാവുമോ? അപ്പോൾ ഞാൻ അച്ഛനെ നോക്കും. പിന്നെ നമ്മളെ ട്രസ്റ്റാണ്. അച്ഛൻ പറഞ്ഞു വാലുണ്ട് എന്ന് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഏകദേശം എല്ലാവരും കൊടുത്തു തുടങ്ങി. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ ഞാൻ ആ വാല് അച്ഛൻ പറഞ്ഞാണല്ലോ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ആ വാല് വരച്ചു. ഞാൻ തന്നെ എനിക്ക് എന്നോട് ഫസ്റ്റ് കിട്ടി കേട്ടോ. ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടുകയും ചെയ്തു. അപ്പോൾ അച്ഛനോട് ചോദിച്ചു ഇതെങ്ങനെയാണ് ശരിക്കും നിനക്ക് അറിയില്ല, ഈ രൂപം ഏതാണെന്ന് അറിയില്ല, നീ എങ്ങനെയാണ് ഇത് വരയ്ക്കാൻ എങ്ങനെ നിനക്ക് സാധിച്ചു എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ അച്ഛനല്ലേ പറഞ്ഞ കൃഷ്ണനെ വിളിച്ചാൽ മതി. അപ്പോൾ കൃഷ്ണൻ വന്ന് കാണിച്ചു തന്നു എനിക്ക് ഇതാണ് ആഞ്ജനേയ സ്വാമി എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് ഒന്ന് ട്രസ്റ്റ്, അച്ഛൻ പറഞ്ഞതാണ് ട്രസ്റ്റോടെ ദൈവത്തിനെ വിളിച്ചു. അപ്പോൾ എനിക്ക് കാണാൻ പറ്റി. സത്യമായിട്ട് ഞാൻ കാണാത്തതാണ് സംഭവം, ഞാൻ കണ്ടു. പക്ഷേ അപ്പോഴും ഞാൻ വാല് കണ്ടിട്ടില്ല. അപ്പം അച്ഛൻ പറഞ്ഞു വാല് കണ്ടു. പക്ഷേ അതുകൊണ്ട് വാല് വരച്ചുകൊണ്ടാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. ബാക്കി എല്ലാവർക്കും അറിയാമായിരുന്നു, ആ കുട്ടികളൊക്കെ വാല് വരച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ വരയ്ക്കുമെന്ന്. അപ്പോൾ എൻ്റെ സുഹൃത്ത് അറിയില്ല ഞാൻ വരയ്ക്കും എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുറേ വരച്ച് കുറേ കാലങ്ങളോളം വെറുതെ വീട്ടിൽ ഇരുന്ന സമയത്ത് വരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട് കുട്ടികൾ. വെറുതെ വരുന്ന കുട്ടികൾക്ക് മീൻസ് തുടക്കം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് എഴുതാൻ അറിയാത്ത കുട്ടികൾക്ക് ഈ വര പഠിപ്പിച്ചുകൊണ്ടായിരിക്കും എഴുത്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ കുറേ കുട്ടികൾ അത് എന്താ പറയുക ഇമ്പ്രൂവ്ഡായി. അപ്പം ഞാൻ പിന്നെ എൻ്റെ മോന് വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. മോന് എഴുതത്തില്ലായിരുന്നു. അപ്പോൾ എഴുതാതെ വന്നപ്പോഴത്തേക്കും പിന്നെ അവന് വരയ്ക്കാനും കഴിയില്ലായിരുന്നു. പക്ഷേ 4 വയസ്സ് കഴിഞ്ഞിട്ടാണ് അവൻ വരയ്ക്കുക എഴുതുകയൊക്കെ നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യുന്നത്. ഇപ്പം അവൻ തന്നെ ട്രെയിൻ ചെയ്ത് വരച്ചിട്ട് അവൻ എനിക്ക് കൊണ്ടുവന്ന് കാണിക്കും. അപ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മുടെ മക്കളും കൂടെ വരയ്ക്കണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് വിഷയമായിട്ട് പറയാൻ വന്നതല്ല. ഞാനിങ്ങനെ പെട്ടെന്ന് ഓർത്തപ്പോൾ എൻ്റെ സുഹൃത്ത് വരയ്ക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പം ഓർമ്മയിൽ വന്ന കഥ ഞാൻ പറഞ്ഞതാണ്. ഇനി ഒരു കാര്യം കൂടെ എനിക്ക് വിഷയം പറയാനുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ടോപ്പിക്ക് ഞാൻ എടുത്തു വെച്ചപ്പോഴാണ് ഇത് ഓർമ്മയിൽ വന്നത്. ഈ അടുത്ത് വന്നൊരു ന്യൂസാണ്. ഫിലിപ്പീൻസിൽ നിന്ന് ത്രിശൂലവും വജ്രായുധവും കണ്ടെത്തിയത്. വജ്രായുധമാണ് കണ്ടെത്തിയത്. അപ്പോൾ ത്രിശൂലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ ശിവൻ്റെ കയ്യിലുള്ളതും വജ്രായുധം ഇന്ദ്രൻ്റെ കയ്യിലുള്ള സംഭവമാണ്. ഇനി ഒരുപക്ഷെ ഇവരെങ്ങാനും യുദ്ധം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് എറിഞ്ഞപ്പോഴത്തേക്കും നിലത്തെങ്ങാനും വന്ന് വീണു പോയതാണോ? ഞാൻ അങ്ങനെയൊക്കെ പെട്ടെന്ന് ചിന്തിച്ചത് കണ്ടപ്പം. അപ്പോൾ ഇത് അവിടുത്തെ ആർക്കിയോളജിസ്റ്റ് പറയുന്നത് 10,000 ഇയേഴ്സ് ഓൾഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പേ അപ്പോൾ ഫിലിപ്പീൻസിൽ ഇത് പറഞ്ഞ പോലെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവണം ഇല്ലേ, എങ്കിലല്ലേ വജ്രായുധവും ഈ തൃശൂലും ഒക്കെ അവിടെ വരുള്ളൂ. അപ്പോഴും ചിന്തിക്കേണ്ടത് യുദ്ധം എന്തായാലും ഉണ്ട് എല്ലായിടും. ഈ കൺട്രീസ് വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമുള്ള മനുഷ്യന്. കാര്യം അന്നത്തെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് അവർക്ക് വെറുതെ ഇരിക്കുമ്പോൾ തേളക്കുത്തം എന്ന് പറഞ്ഞില്ല, അപ്പോൾ എന്തെങ്കിലും ആയുധം കൊണ്ടുപോയിട്ടൊന്ന് നല്ലപോലെ പണിയെടുക്കുക, ഇതാണ് പണി. എന്താ യുദ്ധം ചെയ്യുക, രാജാക്കന്മാർക്കും പടന്മാരും ഒക്കെ വെറുതെ ഇരിക്കുകയല്ലേ. അപ്പോൾ പോവുക, യുദ്ധം ചെയ്യുക, എന്നിട്ട് കുറച്ച് പ്ലേസ് വെട്ടിപ്പിടിക്കുക, ഇങ്ങനെ പോരുക, അത് അവരുടെ രാജ്യത്തിനോട് ചേർക്കുക, പിന്നെ അടുത്ത രാജ്യത്തിൽ പോവുക. ഇതൊക്കെ തന്നെ ആയിരുന്നല്ലോ മെയിൻ അവരുടെ തൊഴിലെന്ന് പറയുന്നത്. അപ്പോൾ ആ രാജ്യത്തിലുള്ള റിസോഴ്സസൊക്കെ ഇങ്ങ് പോരും, അവിടെ ഇരിക്കുന്ന സ്വർണവും പൊന്നും വസ്തുക്കളും എല്ലാം ഇങ്ങ് പോരും. ഇപ്പോൾ നമ്മുടെ കണ്ടില്ലേ ഇപ്പോഴും യുദ്ധം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മിസൈൽസൊക്കെ അടിച്ചാണ് കളയുന്നത്. പക്ഷേ ഇത് 10 വർഷം കഴിഞ്ഞിട്ട് ഇതിൻ്റെ സാധനം ഒന്നും കിട്ടത്തില്ല. 10,000 ഇയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ സാധനം മണ്ണിൽ നിന്ന് കിട്ടാൻ അത് നടക്കത്തില്ല. പക്ഷേ പണ്ടത്തെ യുദ്ധം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നല്ലതാണെന്ന് പറഞ്ഞു പറയാം. കാര്യം ഇവർ യുദ്ധം ചെയ്തു എന്ന് അറിയാനെങ്കിലും ഈ പറയുന്ന ആയുധങ്ങൾ അവിടെ മണ്ണിനുള്ളിലുണ്ടാവും. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്ന യുദ്ധത്തിലെല്ലാം മിസൈലിനെ ഇൻ്റർസെപ്റ്റേഴ്സ് ഉപയോഗിച്ച് ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ സംബന്ധിച്ചാൽ സ്മോൾ പാർട്ടിക്കിൾസ് ആയിട്ട് അത് സ്കൈയിൽ ഉണ്ടാവുകയും അത് ചില താഴെ വീഴുകയും ചെയ്യും. അപ്പോൾ അത് മണ്ണിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്കിനി ഒരു 10,000 ഇയേഴ്സ്, ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ പോലും കാണാൻ പറ്റത്തില്ല. പിന്നെ 10,000 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു യുദ്ധം ഇങ്ങനെ നടന്നു, ഇപ്പോൾ ഇവിടെ മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനൊരു യുദ്ധം നടന്നു എന്ന് നമ്മൾ എന്താ പറയുക പാട്ട് പാടി നടന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ യൂട്യൂബ് ഒരു 10,000 ഇയേഴ്സ് കഴിഞ്ഞും ഇതുപോലെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് പണ്ട് നടന്ന യുദ്ധമാണല്ലേ എന്ന് നമുക്ക് പറയാം. അപ്പം പുതിയ യുദ്ധമുറകൾ യൂസ് ചെയ്യുമ്പം പക്ഷേ ഇനി വരും കാലങ്ങളിൽ അതൊരു തെളിവായിട്ട് അവശേഷിക്കുമോ എന്നറിയില്ല. പണ്ട് കാലത്തെ സംഭവങ്ങൾ നമ്മളിങ്ങനെ കുഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. കാര്യം ആയുധങ്ങളെല്ലാം ഫിസിക്കലി അവൈലബിൾ ആണല്ലേ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ സോഫ്റ്റ്വെയർഡാണ്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, ഈ പറയുന്ന ഈ ചാനലുകൾ യൂട്യൂബ്സ് ആണെങ്കിലും അല്ലെങ്കിൽ വീഡിയോസ് നമ്മളത് ശേഖരിച്ച് വെക്കുകയും
ഇനി വരുന്ന കാലത്ത് അത് യൂസ് ചെയ്യും. പക്ഷെ അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, കഴിഞ്ഞ കാലത്ത് നമ്മൾ CD യൂസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും DVD ഉണ്ടോ ആ CD ഉപയോഗിക്കാനായിട്ടുള്ള? ഇല്ല. ഇപ്പം നമ്മൾ USB ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഹാർഡ് ഡിസ്കുകളുണ്ട് അതിൻ്റെ അകത്ത്. അപ്പം ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ പുതിയ പുതിയ ഗാഡ്ജറ്റ്സ് സംവിധാനങ്ങൾ യൂസ് ചെയ്യും, നമ്മൾ പഴയതിനെ മറക്കുകയും ചെയ്യും. ഇനി അപ്പം വരും കാലങ്ങളിൽ നമ്മളിവിടെ ഒരു യുദ്ധം നടന്നു എന്ന് നമ്മൾ എങ്ങനെയെങ്കിലും തിരിച്ചറിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു പഴയ സ്റ്റൈൽ ഓഫ് തിങ്സ് ആയിരിക്കും ഗുഡെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം മെറ്റീരിയലിസ്റ്റിക് ആണ് അല്ലേ. ഇപ്പം ആയുധം ഉപയോഗിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാൾപ്പേറ്റോ എന്തൊക്കെ ചെയ്യണമെങ്കിൽ ആ വാള് നിലത്ത് കിടന്നു കഴിഞ്ഞാൽ അത് കിടന്നു കഴിഞ്ഞാൽ അത് പിന്നീട് മണ്ണ് മൂടിയാലും എത്ര കാലം കഴിഞ്ഞാലും ആർക്കിയോളജിസ്റ്റിന് കണ്ടെത്താൻ പറ്റും. അതിൻ്റെ എന്താ പറയുക, വർഷങ്ങൾ എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇനി കാലങ്ങളിൽ എങ്ങനെയായിരിക്കും നമ്മളത് കണ്ടെത്തുക എന്നറിയില്ല. എനിവേസ്, നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം. നല്ലത് വരട്ടെ. ഓക്കെ, ബൈ ബൈ. Krishna's color key. Let's talk, let's chat, and let's enjoy.